മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് നൂൽപ്പുഴ നമ്പ്യാർകുന്നിലെ എലിസബത്തിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് ഭർത്താവ് തോമസ് വർഗീസ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തോമസ് വർഗീസിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ കാരണമെന്നാണ് തോമസിന്റെ മൊഴി. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത് വിവരങ്ങൾ. തിങ്കളാഴ്ച രാവിലെയാണ് ഉന്മേഷ് എലിസബത്തിനെ വീടിനുള്ളിലെ ഡൈനിങ് ഹാളിൽ മരിച്ച നിലയിലും സമീപത്തായി തോമസ് വർഗീസിനെ കൈഞ്ഞരമ്പ് മുറിച്ച അബോധാവസ്ഥയിലായ നിലയിലും കണ്ടെത്തിയത്. തുടർന്ന് തോമസ് വർഗീസിനെ നേരെ സുൽത്താൻ ബത്തേരി സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടെടുത്തതിനെ തുടർന്നാണ് ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് എന്താണ് മരണകാരണം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. നേരത്തെ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ കഴുത്ത് ഞെരിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ മരണം എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതേ തുടർന്ന് ഭാര്യയുമായി തർക്കമുണ്ടായി. പിന്നീടാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നും ഒപ്പം തന്നെ കൈഞ്ഞരമ്പ് മുറിച്ച് താൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തോമസ് വർഗീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.